മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എൻ്റെ നല്ല അമ്മ എന്ന ഷാലോം ടിവിയുടെ പ്രോഗ്രാമിലൂടെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ ചെറുപ്പത്തിലെ മുതലേ എൻ്റെ അമ്മയുടെ മാതൃഭക്തിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്. അമ്മയുടെ ആ മാതൃഭക്തിയിൽ നിന്നും എനിക്ക് ലഭിച്ച ഈ അനുഭവങ്ങളാണ് എന്നെ മാതാവിനോട് ഇത്രയേറെ മാതൃഭക്തനായി മാറ്റിയിരിക്കുന്നത്. അമ്മ ഏത് രോഗാവസ്ഥയിലാണെങ്കിലും അമ്മയുടെ ആ പ്രാർത്ഥന എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഏത് അവസ്ഥയിലും അമ്മ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും അമ്മയുടെ ആ മാതൃഭക്തി എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ ഒരു വ്യാഴാഴ്ച ഇവിടെ നിന്ന് വേളാങ്കണ്ണിക്ക് പോവുകയുണ്ടായി. വേളാങ്കണ്ണിയിൽ പിറ്റേ ദിവസം രാവിലെ എത്തുകയും മാതാവിൻ്റെ സന്നിധിയിലിരുന്ന് വളരെ ശക്തമായി പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനയിലും മാതാവിനോടുള്ള പ്രാർത്ഥനയിലും മാത്രം ആഴപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഭക്ഷണ കാര്യത്തിലോ മറ്റ് കാര്യങ്ങളിലൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെയുള്ള പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവമായിരുന്നു. മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ മാതാവ് വളരെ അധികം അനുഗ്രഹങ്ങൾ തരുന്ന ഒരു അനുഭവം അവിടെ വെച്ച് എനിക്കുണ്ടായി. തിരിച്ച് ഞായറാഴ്ച ഞാൻ ബസ്സിലാണ് വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെട്ടത്. ബസ്സിൽ അനേകം പേര് കൂടെ ഈ ട്രിച്ചിയിൽ നിന്ന് ഈ ട്രെയിനിൽ കയറാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ബസ് അവിടെ വരുന്ന വഴിക്ക് ചില തടസ്സങ്ങൾ മൂലം ബസ് വഴിയിൽ ബ്ലോക്കായി. ട്രെയിൻ പുറപ്പെടേണ്ട സമയമായിട്ടും ബസ് ട്രിച്ചിയിലെത്താത്തതുകൊണ്ട് ബസ്സിലിരുന്നവരെല്ലാം വളരെയധികം അസ്വസ്ഥരാകുകയും ചിലർ ബസ്സിലിരുന്ന് ബഹളം വയ്ക്കാനും തുടങ്ങി. പക്ഷേ ഈ അനുഭവങ്ങളൊന്നും എന്നെ ബാധിച്ചില്ല. ആൾക്കാരുടെ ബഹളം വയ്ക്കലോ മറ്റു കാര്യങ്ങളൊന്നും എന്നെ ബാധിച്ചില്ല. ഞാൻ പ്രാർത്ഥനയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ആയിരുന്നതുകൊണ്ട് എനിക്കൊരു ഉൾവിളി മാതാവ് തന്നു. ഞാൻ കയറാതെ ഈ ട്രെയിൻ ട്രിച്ചിയിൽ നിന്ന് പുറപ്പെടുകയില്ല എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ എനിക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് എനിക്കതിൽ ബാക്കിയുള്ളവരുടെ ഒരു അസ്വസ്ഥതയും എൻ്റെ ആ യാത്രയിൽ അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ ബസ് കുറച്ച് അവർ ബഹളം ഉണ്ടാക്കിയപ്പോൾ ബസ് സൈഡ് റോഡിലൂടെയൊക്കെ എടുത്ത് സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ പുറപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും ട്രെയിൻ ഞങ്ങളെ കാത്തു കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വളരെ സാവധാനം ബസ്സിൽ നിന്ന് എൻ്റെ ബാഗ് എടുത്ത് നടന്നാണ് സാവധാനത്തിൽ ട്രെയിനിൽ കയറാനിടയായത്. എൻ്റെ ഉള്ളിൽ ആ ബോധ്യം, ഞാൻ കയറാതെ എൻ്റെ മാതാവ് ഈ ട്രെയിൻ വിടുകയില്ല എന്നുള്ളൊരു ബോധ്യം വളരെ ശക്തിയായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ജീവിതത്തിൽ വളരെ അനുഭവങ്ങളുണ്ടാവുകയും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കാര്യങ്ങൾക്കും നമ്മൾ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാതാവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്നൊരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ മക്കളും മാതാവിൻ്റെ ഭക്തരായി തീരുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ജപമാല ചൊല്ലുമ്പോഴും മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ശക്തരാകുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവമായിട്ട് മാറും. എല്ലാ മക്കളെയും മാതാവിലേക്ക് അടുപ്പിക്കുകയും അതുമൂലം നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി ഓർക്കുമ്പോൾ മകൾ കുറച്ച് വർഷമായി ദുബായിൽ പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളാൽ അവളുടെ യാത്ര നീണ്ടുപോയി. എന്നാൽ കഴിഞ്ഞ വർഷം പോകാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയായി. പോകാൻ വേണ്ടി ഒരുങ്ങി
ദിവസവും തീരുമാനിച്ച് അതിന് ടിക്കറ്റും എടുത്തു. പാസ്പോർട്ടിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി മരുമകൻ ദുബായിൽ വിസ അടിക്കാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിലുള്ള ഒരു നമ്പറിൽ 3 നമ്പറിൽ മഷി പടർന്നിരിക്കുന്നതായിട്ട് കൊണ്ട് വിസ റിജക്റ്റായി. മകൾ എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ഡാഡി ഇനി എന്ത് ചെയ്യും? പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും മകളോട് ഞാൻ പറഞ്ഞു, നീ ഒന്നും ആരും പറയുന്നത് കേൾക്കണ്ട, ഞാൻ രാവിലെ നിൻ്റെ അടുത്ത് വരും, നമുക്ക് നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോവാം. ഞാൻ രാവിലെ ഒരു 4 മണിക്ക് എഴുന്നേറ്റ് വന്ന് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാഷ്ടാംഗം കിടന്ന് ഞാൻ അമ്മയോട് അപേക്ഷിച്ചു, അമ്മേ, എൻ്റെ മകൾ കുറച്ച് നാളായി പല പ്രാവശ്യം ദുബായിൽ പോകാൻ, ഭർത്താവിൻ്റെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പാസ്പോർട്ടിലൊരു തടസ്സം മൂലം അതിപ്പോൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അമ്മ ഇടപെട്ട് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് 6 മണിവരെ ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു 8:30 മണിയോടുകൂടി പാസ്പോർട്ട് ഓഫീസിൽ ചെന്നു. കൗണ്ടറിൽ ഒരു അപേക്ഷ എഴുതി കൊടുത്തു. അവർ പാസ്പോർട്ട് ഓഫീസറെ കാണാൻ നിർദ്ദേശിച്ചു. പാസ്പോർട്ട് ഓഫീസർ ഈ പാസ്പോർട്ടും ഞങ്ങളുടെ അപേക്ഷയും പരിശോധിച്ച ശേഷം എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു, പാസ്പോർട്ട് ഓഫീസർ എഴുന്നേറ്റ് ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എനിക്കും അത് വലിയൊരു അത്ഭുതമായി. പുള്ളി പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ താഴത്ത് ഹോളിൽ വെയിറ്റ് ചെയ്യുക, 1 മണിക്കൂറിനകം നിങ്ങൾക്ക് പുതിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പുള്ളി ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അത്ഭുതത്തോടെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഉന്നതങ്ങളിൽ നിന്ന് ഇടപെട്ടത് കൊണ്ട് പാസ്പോർട്ട് ഓഫീസർ നേരിട്ട് സെക്ഷനിൽ ചെന്ന് ഞങ്ങളുടെ കാര്യം ഏൽപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കിത് ഇത്രയും പെട്ടെന്ന് ശരിയാവാൻ സാധിച്ചത്. ഒരു 3/4 മണിക്കൂർ, 10 മണി ആയപ്പോഴത്തേക്കും കൗണ്ടറിൽ വിളിച്ച് എൻ്റെ മകൾക്ക് പുതിയ പാസ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. അത് ആ പാസ്പോർട്ടോടുകൂടി മകൾ അടുത്ത ദിവസം തന്നെ ദുബായി പോവുകയും 1 മാസം കഴിഞ്ഞ് കൊച്ചുമകളോടുകൂടി തിരിച്ചു വരികയും ചെയ്തു. പരിശുദ്ധ അമ്മയുടെ ആ ഇടപെടൽ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ നമുക്ക് നടത്തിത്തരും എന്നുള്ളൊരു ബോധ്യത്തിൽ പരിശുദ്ധ അമ്മ നമ്മളുടെ ഏറ്റവും വലിയ സഹായിയാണ് എന്നുള്ളൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവാണ് ഉണ്ടായത്. എല്ലാ മക്കളും അമ്മയുടെ കൈ പിടിക്കുമ്പോൾ അമ്മ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നൊരു ബോധ്യത്തിൽ അമ്മയോടുള്ള പ്രാർത്ഥന നമ്മൾ ശക്തമാക്കുകയും അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാവും എന്നുള്ളൊരു വിശ്വാസം എല്ലാ മക്കൾക്കും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട അനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഈ പുഴയിൽ വെച്ചുണ്ടായ അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഞാൻ ദിവസവും വന്ന് കുളിക്കുന്ന പുഴയാണിത്. മിക്ക ദിവസവും ഞാൻ അക്കരയ്ക്ക് നീന്തി പോവും. പിന്നെ പുഴയുടെ നടുക്ക് നിലയുള്ള ഒരു സ്ഥലത്ത് ഞാൻ നിത്യം പോയി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഒരു ദിവസം മകളും കൊച്ചുമകളും എൻ്റെ കൂടെ ഈ പുഴയിൽ കുളിക്കാൻ വന്നപ്പോൾ കൊച്ചുമകൾ കുറേശ്ശെ നീന്തും. 12 വയസ്സായ എൻ്റെ മൂത്ത കൊച്ചുമകൾ എൻ്റെ തോളത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഈ പുഴയുടെ നടുക്ക് ആ കൊച്ചുമകളെയും കൊണ്ട് നീന്തി ഈ നിലയുള്ള ഭാഗത്തേക്ക് നീങ്ങി. 2-3 പ്രാവശ്യം ഞാൻ നില അന്വേഷിച്ചിട്ട് എനിക്ക് നില കിട്ടിയില്ല. അപ്പോൾ ആകെ ഞാൻ നില കിട്ടാതെ വന്നപ്പോൾ ആകെ ഞാൻ അസ്വസ്ഥനായി. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഇനി മുമ്പോട്ട് പോകുന്നത് ഒരു അപകടം പിടിച്ചൊരു ഭാവമാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കരയിലേക്ക് നീന്താൻ ശ്രമിച്ചു. നീന്തി ഒരു പകുതി ദൂരം ഞാൻ കരയിലേക്ക് അടുത്തപ്പോൾ എനിക്ക് നില കിട്ടാത്ത അവസ്ഥ വന്നു. എൻ്റെ കൈയും കാലും തളരാനും കൊച്ചുമകൾ പ്രയാസപ്പെട്ട് എന്നോട് ചോദിച്ചു, അപ്പാപ്പ എന്ത് പറ്റിയെന്ന്.
ഞാൻ കൊച്ചുമോളോട് പറഞ്ഞു, ഒന്നുമില്ല എൻ്റെ മോളെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ കൊച്ചുമോൾ പേടിക്കും. ഞാൻ വെള്ളത്തിലേക്ക് താഴാനും വെള്ളം കുടിക്കാനും തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ കൈക്ക് പിടിച്ച് എന്നെ ആ നിലയുള്ളിടത്ത് നിർത്തുകയാണ് ചെയ്തത്. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവമാണ്. ഈ പുഴയിൽ നമ്മൾ മുങ്ങിപ്പോകുന്ന അവസ്ഥയിൽ ഞാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ വലിയ ഒരു ആരാധികയും അമ്മ ദിവസവും ജപമാല ചെല്ലുന്ന ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ ഞാൻ ഈ പുഴയിൽ വെള്ളത്തിൽ താഴുമ്പോൾ അമ്മ എന്നെ കൈക്ക് പിടിച്ചുയർത്തി എന്നെ കരയിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. എന്നാൽ ആ സംഭവത്തിൽ ഒന്നും സംഭവിക്കാതെ ഇത്രയും വലിയൊരു അപകടം എനിക്ക് സംഭവിക്കാവുന്ന ഒരവസ്ഥയിൽ എൻ്റെയും കൊച്ചുമോളുടെയും ജീവിതം തന്നെ നഷ്ടപ്പെട്ട് പോകാവുന്ന ഒരവസ്ഥയിൽ പരിശുദ്ധ അമ്മയുടെ ഒരൊറ്റ സഹായം ആണ് എന്നെ രക്ഷിച്ചത്. ഈ ഒരു ബോധ്യത്തിലേക്കാണ് ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏത് പ്രതികൂല സാഹചര്യത്തിലും അമ്മ നമ്മളെ കൈക്ക് പിടിച്ച് കയറ്റുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. അതുപോലെ ജപമാലയിൽ നമ്മൾ ആഴപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ നിൽക്കുകയും പരിശുദ്ധ അമ്മയുടെ പുത്രനിലേക്ക് നമ്മളെ അടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ അനുഭവ സാക്ഷ്യമായിട്ടുണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതം നയിക്കുമ്പോൾ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കറുറ്റി ക്രിസ്തുരാജ പള്ളിയിൽ എല്ലാ ബുധനാഴ്ചയും രാത്രി 9:30 മണിക്ക് ഒരു കൂട്ടായ്മ ഉണ്ട്. 9:30 മണിക്ക് തുടങ്ങി 12 മണിക്ക് അവസാനിക്കുന്ന ആ കൂട്ടായ്മയിൽ എല്ലാ ബുധനാഴ്ചയും 50ഓളം പേര് ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും 18 വർഷത്തോളമായി ഈ കൂട്ടായ്മ അവിടെ നടക്കുകയും ചെയ്യുന്നു. അവിടെയുള്ളൊരു പ്രത്യേകത ഞാൻ കാണുന്നത് 40 നടകളോളം മുട്ടുമേൽ കയറിയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. അതെല്ലാ പ്രാർത്ഥനയ്ക്ക് വരുന്നവരെല്ലാവരും തിരികൾ കത്തിച്ച് പിടിച്ച് ബെന്നി എണ്ണയ്ക്കാപ്പള്ളി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രാർത്ഥന നയിക്കപ്പെടുന്നത്. ജപമാല പ്രാർത്ഥന 40 നടകൾ മുട്ടിന്മേൽ കയറി പ്രാർത്ഥിച്ച ശേഷം ദേവാലയത്തിൽ ആരാധനയും അതേ തുടർന്ന് 12 മണിയോടുകൂടിയാണ് ഇത് സമാപിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, മകളുടെ കൂടെ പഠിച്ച തൃശ്ശൂരുള്ള ഡിനി എന്നൊരു മകൾക്ക് അവൾ ഗർഭിണിയായപ്പോൾ 1 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ മനസ്സിലാക്കി 3 കുട്ടികളാണ് അവളുടെ ഉദരത്തിലുള്ളത്. അവൾ കാണുന്ന ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡിനിയുടെ ഗർഭപാത്രത്തിന് ഒട്ടും വലിപ്പമില്ല, അത് തീരെ ഇടുങ്ങിയതാണ്. അതിനാൽ ഒരു കുട്ടിയെ അബോർട്ട് ചെയ്യാനാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. ഒരു കുട്ടിയെ അബോർട്ട് ചെയ്തില്ലെങ്കിൽ 3 കുട്ടികൾക്കും അവരുടെ ജീവന് തന്നെ പ്രശ്നമാണെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. എന്നാൽ ഡിനി എന്നെ വിളിച്ചും മകളെ വിളിച്ചും ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആ അബോർഷൻ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ദൈവമാണ് എൻ്റെ 3 മക്കളെ എൻ്റെ ഉദരത്തിൽ നൽകിയത്, അവരുടെ ജീവനെടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നുള്ളൊരു ഭാവത്തിലേക്കാണ് ഡിനി വിളിക്കുകയും ഡിനി മോളെ വിളിച്ച് ഡാഡിയോട് പ്രാർത്ഥിക്കാൻ പറയണം എന്ന് പറയുകയും ഉണ്ടായി. അപ്പം ഞാൻ ജപമാലയിൽ ഈ ഒരു നിയോഗം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ജപമാലയിൽ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യം, അമ്മേ നീയാണ്, നിൻ്റെ പുത്രനാണ് ആ ജീവൻ നൽകിയത് ആ മകളുടെ ഉദരത്തിൽ. വൈദ്യശാസ്ത്രം പറയുന്നു 3 മക്കൾ ആ ഉദരത്തിൽ വഹിക്കുക അസാധ്യമാണെന്ന്. എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഞാൻ കണ്ണീരോടെ ജപമാലയിൽ പ്രാർത്ഥിക്കുകയും എൻ്റെ ആ പ്രാർത്ഥനാ നിയോഗം അച്ഛൻ ആരാധനയിൽ വീണ്ടും എടുത്തു പറയുകയും ചെയ്തു. ആ ഗർഭാവസ്ഥയിൽ ഡിനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ 3 കുട്ടികളെ ആ ഡിനി പ്രസവിക്കുകയും ഇന്ന് ആ 3 മക്കൾ 3 ആൺകുട്ടികൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഏത് കാര്യവും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അത് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മളെ ഏത് കാര്യവും സാധിച്ചു തരുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത്.
നേരത്തെ മുതൽ ജപമാലയിൽ വളരെ ആഴത്തിൽ യാത്ര ചെയ്യുമ്പോഴും ബസ്സിലായിരിക്കുമ്പോഴെല്ലാം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ കാർ ഓടിച്ച് യാത്ര ചെയ്യുമ്പോഴും ബൈക്ക് ഓടിക്കുമ്പോഴും മാതാവിൻ്റെ മധ്യസ്ഥം തേടുകയും പ്രാർത്ഥനയിലായിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വാഹനം ഓടിക്കുമ്പോഴൊക്കെല്ലാം പല അപകടങ്ങളിൽ നിന്നും മാതാവ് എന്നെ രക്ഷിച്ച ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും, എൻ്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ കാര്യത്തിലും അമ്മ ഇടപെടുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ പലതവണ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. മരുമകളാണെങ്കിലും മകളാണെങ്കിലും ഈ ഒരു ജപമാലയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ അവർ ആ മാതാവിൻ്റെ അനുഗ്രഹം ഒരുപാട് എൻ്റെ കുടുംബത്തിൽ അവർക്കും ലഭിച്ച ഒരു അനുഭവം എനിക്ക് പലപ്പോഴും അനുഭവഭേദ്യമായിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ജപമാലയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും അമ്മ എല്ലാ കാര്യങ്ങളിലും അമ്മ ഇടപെടുകയും കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഇടപെട്ട ആ കുടുംബത്തിൽ നിങ്ങളെ ആ കുടുംബത്തെ ആ അവസ്ഥയിൽ നിന്ന് അമ്മ അവരെ രക്ഷിക്കുകയും ചെയ്ത അവസ്ഥയിൽ നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ വീര്യവും വിശ്വാസത്തിൻ്റെ വീര്യവും നഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയും പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അമ്മ ഇടപെട്ട് നിങ്ങൾക്ക് നടത്തിത്തരുന്ന ഒരു അനുഭവം എനിക്കും അനുഭവഭേദ്യമായിട്ടുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ സാധ്യമാക്കണമെന്നാണ് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് പ്രാർത്ഥിക്കാനും അപേക്ഷിക്കാനും ഉള്ളത്. പരിശുദ്ധമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോൾ എല്ലാ അസാധ്യമായ കാര്യങ്ങളും സാധ്യമാക്കുന്ന പുത്രരിലൂടെ നമുക്ക് സാധ്യമാക്കി തരുന്നു. ഈ ഒരു ഭാവത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വളരുകയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയിലും മറ്റു പ്രാർത്ഥനകളിലും നിങ്ങൾ ആഴപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ പുത്രനോട് ചേർന്ന് നിൽക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരി ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരെ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും